നമ്മൾ കൊടുക്കുന്ന വാഹനങ്ങൾക്ക് ആക്സിഡന്റോ ഫ്ലഡോ അതേപോലെ ടോട്ടൽ ലോസ് മേജർ ആക്സിഡന്റോ ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ബൈബാക്ക് ഗ്യാരണ്ടി എത്ര കാലത്തിന് ശേഷമാണ് നമ്മൾ തിരിച്ചെടുക്കുന്നത് വിത്ത് എഗ്രിമെന്റൽ വാറന്റി കൂടെ നമ്മൾ കൊടുക്കുന്നത്. 30,000 കിലോമീറ്റർ ഫുൾ ഓൺ കേട്ടോ, സീറോ ഡൗൺ പേയ്മെന്റ് നമുക്ക് വണ്ടി കൊണ്ടുപോകാം. ഫുൾ ഓണിന് നമുക്ക് വാഹനം ഇറക്കും ചെയ്യാം. ഈ താറ് നോക്കുന്നവർക്ക് 2 കിടിലൻ താറുകളുണ്ട്. അപ്പൊ നെട്ടിക്കുന്ന പ്രൈസിനാണ് സെൽട്ടോസ് തരുന്നത്. നമുക്ക് എത്ര ഫുൾ ഓൺ തന്നെ കൊടുക്കാം. പുതിയ വാഹനം എടുക്കുന്ന പോലെ കുറെ വാറണ്ടി കാര്യങ്ങളൊക്കെ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതൊക്കെ എങ്ങനെയൊക്കെയാണ് മാനക്ക നമുക്ക്? അതായത് നമ്മൾ ഒരു പുതിയൊരു കാർ എങ്ങനെ എടുക്കുന്നത് അതേപോലെ തന്നെ നമുക്ക് എടുക്കാം. നമുക്ക് മിനിമം നമുക്ക് 100 ദിവസം നമുക്ക് ഗ്യാരണ്ടി കൊടുക്കാൻ പറ്റും. അതേപോലെ 1 വർഷം വരെ ഗ്യാരണ്ടി കൊടുക്കാൻ പറ്റും. ഏറ്റവും ഹൈ എൻഡ് വേരിയന്റ് അത് നമുക്ക് ഡിപ്പെൻസ് നോക്കുമ്പോൾ ഫുൾ എല്ലാം പക്കയായിട്ടുള്ള ഹൈ ക്വാളിറ്റി വാഹനമാണ്. അത് നമുക്ക് ഓട്ടോമാറ്റിക് വരുന്ന ഈ വാഹനം നമുക്ക് ക്യാഷ് ബാക്കിൽ ഇറക്കാം. അപ്പോൾ ട്രാക്ക് കാര്യങ്ങളൊക്കെ നമുക്ക് കുറച്ച് മാസത്തെ EMI എമൗണ്ട് കൂടി അഡ്വാൻസ് ആയിട്ട് കിട്ടുന്ന ഒരു അടിപൊളി വാഹനം. അതൊരു ബെസ്റ്റ് പ്രൈസിന്. SUV നോക്കുന്നവർക്ക് നല്ല ഗംഭീര കളക്ഷനും മാക്സിമം ലോണിലും മാക്സിമം ഓഫർ റേറ്റിലൊക്കെ ഉള്ള ഒരു കിടിലം വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത്. ഫ്രോങ്സ് വരുന്നുണ്ട്, വെർച്ചസ് വരുന്നുണ്ട്, ക്രെറ്റയുടെ പല ജനറേഷനുകൾ, എക്കോസ്പോർട്ട് ഫുൾ ബ്ലാക്കിൽ, അതേപോലെ നമ്മൾ ആസ്റ്റർ വരുന്നുണ്ട്, സെൽട്ടോസുകൾ വരുന്നുണ്ട്, പ്രീമിയം വെഹിക്കിൾസ് എല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ഗംഭീര കളക്ഷനായിട്ടാണ് ഇത്തവണ വന്നിട്ടുള്ളത്. മാനുസ് കാർ വേൾഡിലാണ്. മാനുക്കാണ് കൂടെ ഉള്ളത്. മാനുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ GST ഒക്കെ കുറഞ്ഞു, മാക്സിമം ഓഫർ ഇട്ട് ഇവിടെ ഓഫർ ഉണ്ട് അല്ലേ? അപ്പോൾ നമുക്ക് GST കുറഞ്ഞുകൊണ്ട് എല്ലായിടത്തും ഓഫർ ഉണ്ട്. അപ്പോൾ നമുക്ക് മാനുക്ക് നമുക്ക് ഗംഭീരമായ ഓഫറാണ് തരാൻ പോകുന്നത്. മാനുക്ക് എങ്ങനെയൊക്കെയാണ് നമ്മൾ പിന്നെ വാറണ്ടി മറ്റു കാര്യങ്ങളും ഓഫറുകളൊക്കെ ഒന്ന് പറഞ്ഞാൽ? വാറണ്ടി വരുന്നതിന് മുമ്പ് പിന്നെ GSTന്റെ കാര്യം, കാരണം GSTക്ക് വാഹനങ്ങൾക്ക് വില പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇപ്പം അവർ പറയുന്ന ഓണം ഓഫർ ഇട്ടിട്ടുള്ള ഒരു പ്രൈസ് കൂടി വരുമ്പോൾ ആളുകളെ വിചാരം വലിയൊരു എമൗണ്ട് വ്യത്യാസം വന്നിട്ടില്ല. നമുക്ക് പേപ്പറിലോ അല്ലെങ്കിൽ മറ്റുള്ള ഷോറൂമിലൊക്കെ വിളിച്ചു വെച്ചാൽ തന്നെ ഈ GST എമൗണ്ട് അത്രയെന്നുള്ള അറിയാൻ പറ്റും. അതുകൊണ്ട് തന്നെ നമ്മൾ സെക്കൻഡ് ഹാൻഡ് വാഹനങ്ങൾക്കും ഗണ്യമായിട്ടുള്ള കുറവ് വരും. ആ കുറവ് വന്നിട്ട് അതിൻ്റെ അതേ പ്രൈസ് വേരിയേഷനിൽ തന്നെ നമുക്കും കൊടുക്കാൻ പറ്റും. അപ്പൊ എന്താ വെച്ചാൽ നിങ്ങൾ അതിന്റെ ഒരു ബെനിഫിറ്റ് നമുക്ക് ഇതിലും കിട്ടും എന്നുള്ളതാണ്. അപ്പൊ നിങ്ങൾക്ക് മാക്സിമം ഓഫർ റേറ്റ് അത്യാവശ്യം മോഡൽ കൂടിയ നല്ല കിടിലൻ കളക്ഷൻസ് ഉണ്ട്. പിന്നെ ഇവിടുത്തെ ഒരു പ്രത്യേകത നമുക്ക് പുതിയ വാഹനം എടുക്കുന്ന പോലെ കുറെ വാറണ്ടി കാര്യങ്ങളൊക്കെ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതൊക്കെ എങ്ങനെയൊക്കെയാണ് മാനക്ക നമുക്ക്? അതായത് നമ്മൾ ഒരു പുതിയൊരു കാർ എങ്ങനെ എടുക്കുന്നത് അതേപോലെ തന്നെ നമുക്ക് എടുക്കാം. നമുക്ക് മിനിമം നമുക്ക് 100 ദിവസം നമുക്ക് ഗ്യാരണ്ടി കൊടുക്കാൻ പറ്റും. അതേപോലെ 1 വർഷം വരെ ഗ്യാരണ്ടി കൊടുക്കാൻ പറ്റും. ഏതാണോ കസ്റ്റമർ പറയുന്നത് അതിനനുസരിച്ച് നമുക്കിത് ചെയ്ത് കൊടുക്കാൻ പറ്റും. നമുക്ക് ചെയ്യാൻ പറ്റില്ല. പിന്നെ നമ്മൾ കറക്റ്റ് ലൊക്കേഷൻ പറഞ്ഞാണ് ഇത് കറക്റ്റ് ലൊക്കേഷൻ നമ്മളെപ്പോഴും പറഞ്ഞല്ലോ, മലപ്പുറം ജില്ലയിലെ വെള്ളോമ്പ്രം, അതായത് കോഴിക്കോട് എയർപോർട്ടിൽ നിന്ന് പാലക്കാട് ഭാഗത്തേക്ക് 12 കിലോമീറ്റർ സഞ്ചരിച്ചാൽ, അതേപോലെ മലപ്പുറം ടൗണിൽ നിന്ന് കോഴിക്കോട് ഭാഗത്തേക്ക് 10 കിലോമീറ്റർ, മഞ്ചേരി ടൗണിൽ നിന്ന് കോഴിക്കോട് ഭാഗത്തേക്ക് 10 കിലോമീറ്റർ സഞ്ചരിച്ചാൽ വെള്ളോമ്പ്രം എത്തും. ഇനി ഇതൊന്നും മനസ്സിലായില്ലെങ്കിൽ പോലും നിങ്ങൾക്ക് മാനുസ് കാർ വേൾഡ് ഗൂഗിളിൽ അടിച്ചു കഴിഞ്ഞാൽ ലൊക്കേഷൻ നമുക്ക് അവൈലബിൾ ആണ്. നമുക്ക് SUVകളുടെ നല്ലൊരു കളക്ഷനാണ് ഇത്തവണ വന്നിട്ടുള്ളത്. അപ്പൊ നമുക്ക് ഓട്ടോമാറ്റിക് ഉണ്ട്, മാനുവൽ ഉണ്ട്. അപ്പൊ ഫസ്റ്റ് നമുക്ക് സെൽട്ടോസ് ഒരു ഓട്ടോമാറ്റിക് വരുന്നുണ്ട് അല്ലേ? അത് ന്യൂ എംബ്ലും കാര്യങ്ങളൊക്കെ വരുന്ന മോഡലാണ്. നമുക്ക് കൂടുതൽ ആളുകൾ ഇപ്പോ ഇഷ്ടപ്പെടുന്ന ഓട്ടോമാറ്റിക് ആണല്ലോ. ഓട്ടോമാറ്റിക് ആണ്. ഇത് ഡീസലാണ്. സാധാരണ നമുക്ക് ഓട്ടോമാറ്റിക് എന്ന് പറഞ്ഞ ആളുകൾക്ക് ഒരു കൺസെപ്റ്റ് പെട്രോൾ ആയിരിക്കുന്നുണ്ടാവും. പക്ഷെ ഇത് ഡീസലും ആണ് ഓട്ടോമാറ്റിക്കും ആണ് വരുന്നത് അല്ലേ? എങ്ങനെയായിരുന്നു നമുക്ക് മോഡല് കാര്യങ്ങളൊക്കെ? 2022 വെറും 59,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ആക്സിഡന്റോ കാര്യങ്ങളൊന്നും ഇല്ല. നീറ്റുള്ള പിന്നെ ഡുവൽ ടൂൺ വരുന്നുണ്ട്. നമുക്ക് വൈറ്റ് ആൻഡ് ബ്ലാക്ക് ആണ് വരുന്നത്. ഡീസൽ ഓട്ടോമാറ്റിക് HDK പ്ലസ് 22 മോഡൽ 59,000 കിലോമീറ്റർ. ഓൺഷിപ്പ് എങ്ങനെയായിരുന്നു? സെക്കൻഡ്. എത്ര നമ്മൾ ഈ ഒരു വാഹനത്തിന് ചോദിക്കുന്നത്? ഇതിന് നമ്മൾ ഇപ്പൊ മുൻ വീഡിയോയിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് വലിയ ഇതാണ്. ഇപ്പോഴത്തെ ഒരു ഓഫർ പ്രൈസ് വെച്ചാൽ നമുക്ക് 14,20,000 രൂപ കൊടുക്കാൻ പറ്റും. അപ്പൊ മുമ്പത്തെ വീഡിയോ നിങ്ങൾ കാണാം. നമ്മൾ GST വന്നതിന് ശേഷം നല്ലൊരു കുറവ് ഒരു എമൗണ്ട് ഈ ഒരു വാഹനത്തിൽ 1 ലാഖിന്റെ ഡിഫറൻസ് നമ്മളും കൊടുത്തിട്ടുണ്ട് അല്ലേ? ഏകദേശം നമുക്ക് എത്ര രൂപയ്ക്ക് വണ്ടി ഇറക്കാൻ പറ്റും? ഇത് നമുക്ക് ഏകദേശം ഫുൾ ഓൺ തന്നെ, ട്രാക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ സീറോ ഡൗൺ പേയ്മെന്റ് നമുക്ക് വണ്ടി കൊണ്ടുപോകാം അല്ലേ? പിന്നെ അതിന്റെ ഒരു ബ്ലാക്ക് ഇഷ്ടപ്പെടുന്നവർക്ക് വീണ്ടും ഒരു കിഡ്ലൻ സെൽട്ടോസ് തന്നെയാണ്. ഇനി വൈറ്റ് വേണ്ട, ബ്ലാക്ക് വേണമെന്നുള്ളവർക്ക് എങ്ങനെയാണ് ഡീറ്റെയിൽസ്? 2020 GT ലൈനാണ്, പെട്രോൾ ആണ്. ഇതിന് ഏറ്റവും ടോപ്പ് തന്നെയാണ്. എങ്ങനെയായിരുന്നു കിലോമീറ്റർ കാര്യങ്ങളൊക്കെ? കിലോമീറ്റർ ഇത് 59,000 കിലോമീറ്റർ. ഇതിന് നെറ്റിക്കുന്ന പ്രൈസാണ്. 11 ലക്ഷം രൂപക്ക് കൊടുക്കാൻ പറ്റും. അതായത് നമ്മളൊരു പിന്നെ സബോമീറ്റർ SUVകളായ സോണറ്റ്, വെന്യൂ ഒക്കെ നോക്കുന്ന പ്രൈസിനാണ് GT ലൈനിൽ, അതും ലോ കിലോമീറ്റർ ഓടിയിട്ടുള്ള. ഓൺഷിപ്പ് എങ്ങനെയായിരുന്നു? സിംഗിൾ ഓൺഷിപ്പിൽ വരുന്ന ഈ ഒരു വാഹനം നമുക്ക് പ്രീമിയം ബ്ലാക്ക് ഒരു ബെസ്റ്റ് പ്രൈസ് ഇല്ല, 11 ലക്ഷം രൂപയ്ക്ക് 11 ലക്ഷം രൂപ. അപ്പൊ നെട്ടിക്കുന്ന പ്രൈസിനാണ് സെൽട്ടോസ് തരുന്നത്. നമുക്ക് എത്ര ഫുൾ ഓൺ തന്നെ കൊടുക്കാം. അപ്പൊ സീറോ ഡൗൺ പേയ്മെന്റിൽ ഈ 2 സെൽട്ടോസ് കൊണ്ടുപോകാം.
അത് നമുക്ക് ഒരു ബെസ്റ്റ് പ്രൈസ് ആണ്, നെട്ടിക്കുന്ന പ്രൈസ് അല്ലേ. ഇത് ആക്സിഡന്റ് ക്ലെയിം ഒന്നും ഇല്ലാതെ നീറ്റ് ആൻഡ് ക്വാളിറ്റി ഉള്ള വാഹനം കൂടിയാണ്. അപ്പൊ നമുക്ക് ഫുൾ ഓൺ കരുതുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെന്ന് തോന്നും, അതൊന്നുമില്ല. നമ്മൾ ഓഫ് റോഡ് ആണ് ഇത്ര റേറ്റ് നമുക്ക് കുറഞ്ഞിട്ട് കിട്ടുന്നത് കേട്ടോ. ഇനി താറ് നോക്കുന്നവർക്ക് 2 കിടിലൻ താറുകളുണ്ട്. ഫസ്റ്റ് നമുക്ക് അത്യാവശ്യം എക്സ്ട്രാ ഫിറ്റിംഗ്സ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ബമ്പേഴ്സ് ഒക്കെ നമുക്ക് പിന്നെ ഓഫ് റോഡിന്റെ ബ്രാംഗ്ലർ സ്റ്റൈലിലേക്കൊക്കെ അപ്ഗ്രേഡ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ള മോഡലാണ്. ടയേഴ്സ് ഒക്കെ അത്യാവശ്യം ഒരു 100% ടയേഴ്സും വരുന്നുണ്ട്. എങ്ങനെയായിരുന്നു ഇതിന്റെ ഡീറ്റെയിൽസ് വരുന്നത്? ഇത് 2022 ഓട്ടോമാറ്റിക് ആണ്, ഡീസൽ ഓട്ടോമാറ്റിക്. ആട്ടോപ്പിലെ ഏറ്റവും ഹൈ എൻഡ് വേരിയന്റ് അതും ഡീസൽ ഓട്ടോമാറ്റിക്. ഇത് എങ്ങനെയായിരുന്നു കിലോമീറ്റർ കാര്യങ്ങൾ? കിലോമീറ്റർ 60,000 കിലോമീറ്റർ. ഓൺഷിപ്പ് സെക്കൻഡ് ഓണർ. ഫുൾ ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. എത്ര നമ്മൾ ഈ വാഹനത്തിന് ചോദിക്കുന്നത്? ഇത് നമുക്ക് ഓഫർ പ്രൈസ് ഇട്ടിട്ട് നമുക്ക് 15,50,000 രൂപക്ക് ഓഫർ പ്രൈസിന് കൊടുക്കാൻ പറ്റില്ല. 15,50,000. അത് നമുക്ക് സെക്കൻഡ് ഓൺഷിപ്പിൽ ഡീസൽ ഓട്ടോമാറ്റിക്കില് ഏറ്റവും ടോപ്പ് എൻഡ്. ഏകദേശം നമുക്ക് ലോണൊക്കെ എത്ര വരെ ചെയ്യാൻ പറ്റും? ലോൺ നമുക്ക് 1 ലക്ഷം രൂപ വെച്ചിട്ട് ബാക്കി ലോൺ 1 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ സുഖമായിട്ട് നമുക്ക് വണ്ടി ഇറക്കാം. അത്യാവശ്യം നല്ല എക്സ്ട്രാ ഫിറ്റിംഗ്സ് കാര്യങ്ങള്, ഗ്രില്ല് കാര്യങ്ങള് എല്ലാം നമ്മൾ ചേഞ്ച് ചെയ്തിട്ടുള്ള വാഹനമാണ്. ഇത് ഫുള്ള് ബ്രാംഗ്ലറാ, അതായത് ഗ്രില്ല്, ബമ്പർ, ഹെഡ്ലൈറ്റ് എല്ലാം ബ്രാംഗ്ലർ ആ സ്റ്റൈലിലേക്ക് മൊത്തത്തിൽ കൺവേർട്ട് ചെയ്ത വാഹനമാണ്. അപ്പൊ നമുക്ക് അങ്ങനെയൊക്കെ നോക്കുമ്പോൾ നല്ലൊരു എമൗണ്ട് നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. ഒരു 1 ലക്ഷം രൂപ ഡൗൺ പേയ്മെന്റ് നമുക്ക് വണ്ടി ഇറക്കാം അല്ലെ. ഇനി പക്ക സ്റ്റോക്ക് കണ്ടീഷനിൽ വരുന്ന ഒരു ബ്ലാക്ക് താറ് കൂടി ഉണ്ട്. ഇതിന്റെ ഡീറ്റെയിൽസ് എങ്ങനെയായിരുന്നു? ഇത് 2021 വെറും 23,000 കിലോമീറ്റർ ഓടിയുള്ള ഡീസലാണ്. ഡീസൽ മാനുവൽ. അപ്പൊ ഇനി ഓട്ടോമാറ്റിക് വേണമെന്നുള്ള ഓട്ടോമാറ്റിക് ഉണ്ട്, മാനുവൽ വേണമെന്നുള്ളവർക്ക് മാനുവൽ ഉണ്ട്. നല്ല പ്രീമിയം ബ്ലാക്ക് ആണ്. കൂടെ തന്നെ ഏറ്റവും വലിയ ഹൈലൈറ്റ് പറഞ്ഞാൽ വെറും 23,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഓൺഷിപ്പ് സെക്കൻഡ്. എത്ര നമ്മൾ ഈ വാഹനത്തിന് ചോദിക്കുന്നത്? ഇത് നമുക്ക് ലാസ്റ്റ് 14.5 ലക്ഷം രൂപ. 14 ലക്ഷം രൂപ ഒരു ബെസ്റ്റ് പ്രൈസ് ആണ്. ഏകദേശം നമുക്ക് ലോണൊക്കെ എത്ര വരെ ചെയ്യാൻ പറ്റും? ലോൺ നമുക്കൊരു 13.5 ഒക്കെ ചെയ്യാം ഏകദേശം. അപ്പോൾ ഇത് നമുക്കൊരു 1 lakh ഡൗൺ പേയ്മെന്റ് ഉണ്ടെങ്കിൽ സുഖമായിട്ട് നമുക്ക് ഇറക്കാം. അപ്പോൾ ഇത് പക്ക സ്റ്റോക്ക് കണ്ടീഷൻ ആണ്. മാനുവലിൽ ഏറ്റവും ഹൈ എൻഡ് വേരിയന്റ്. നേരത്തെ നമ്മൾ പരിചയപ്പെട്ടത് ഓട്ടോമാറ്റിക്കിൽ ഏറ്റവും ടോപ്പ് എൻഡ്. ഇനി ഫുൾ ബ്ലാക്കിൽ ഒരു 7 സീറ്റർ വേണം, അതൊരു ബഡ്ജറ്റ് റേഞ്ചിൽ നല്ലൊരു കിടിലൻ വാഹനം അല്ലെ. ഡീസൽ ആണ്, ഓട്ടോമാറ്റിക് ആണത് മാനുവൽ. അപ്പൊ 7 സീറ്റർ ഡീസൽ ഓട്ടോമാറ്റിക്കില് മഹീന്ദ്ര SUV 500, അതും ഫുൾ ബ്ലാക്കില്. എങ്ങനെയായിരുന്നു ഡീറ്റെയിൽസ്? 8,400 കൊടുക്കാൻ പറ്റും. ഓ ബെസ്റ്റ് പ്രൈസ്, നെട്ടിക്കുന്ന പ്രൈസ് ആണ്. മുമ്പത്തെ റേറ്റ് നോക്കിയാൽ നമുക്ക് അത്രയും മാറ്റങ്ങൾ നമ്മൾ മനസ്സിലാവില്ല. എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ? 2016 മോഡൽ ഡീസൽ ഓട്ടോമാറ്റിക്. കിലോമീറ്റർ 1 ലക്ഷം കിലോമീറ്റർ, 1,13,000 കിലോമീറ്റർ. എല്ലാം പക്കയാണ്, ഹിസ്റ്ററൊക്കെ ഉള്ള വാഹനമാണ്. എത്ര? 8.25 അല്ല 8 ലക്ഷം രൂപ. 8 ലക്ഷം രൂപ ബെസ്റ്റ് പ്രൈസ് ആണ്. 7 സീറ്റർ ഡീസൽ ഓട്ടോമാറ്റിക്. നമുക്ക് 8,25,000 രൂപ. 8.25 8,25,000 രൂപയാണ് ബെസ്റ്റ് പ്രൈസ് ആണ്. ഏകദേശം നമുക്ക് എത്ര രൂപയ്ക്ക് വണ്ടി ഇറക്കാൻ പറ്റും? ഇതൊരു 50,000 രൂപയ്ക്ക് ഇറക്കാം. ഡീസൽ ഓട്ടോമാറ്റിക്കില് 7 സീറ്റർ ഓഫർ പ്രൈസ് കേട്ടോ. ഇത് നമുക്ക് സ്കോർപിയോ ലവേഴ്സിന് വേണ്ടിയിട്ട് ഒരു അടിപൊളി വാഹനം. നമുക്ക് എവിടെ പോയാലും ഇമ്മാതിരി വാഹനം കിട്ടൂല എന്ന് തന്നെ പറയാല്ലേ. അത്രയും നമുക്ക് നല്ല ക്വാളിറ്റി അഷ്യൂർ ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി വാഹനമാണ്. അങ്ങനെയൊന്നും ഇതിന് ഡീറ്റെയിൽസ് വരുന്നത്? 2015 മോഡലാണ്. 80,000 കിലോമീറ്റർ കിലോമീറ്റർ ഓണർഷിപ്പ് ആണ്. 15 മോഡൽ അല്ലേ. കിലോമീറ്റർ എങ്ങനെയായിരുന്നു പറഞ്ഞത്? 80,000 കിലോമീറ്റർ അല്ലേ. എത്ര നമ്മൾ ഈ വാഹനത്തിന് ചോദിക്കുന്നത്? നമുക്ക് 8,25,000 രൂപക്ക് ഫൈനലായിട്ട് കൊടുക്കാൻ പറ്റും. 8.25 ഫൈനൽ റേറ്റ് ആണ്. ഏകദേശം നമുക്ക് എത്ര രൂപക്ക് ഉണ്ടെങ്കിലും വണ്ടി ഇറക്കാൻ പറ്റും? നമുക്ക് ഇത് നമുക്ക് ഒരു 8 ലക്ഷം, ഒരു 25,000-50,000 സുഖമായിട്ട് നമുക്ക് വണ്ടി ഇറക്കും ചെയ്യാം. കിടിലൻ വാഹനമാണ്. അത് നമുക്കൊരു ബെസ്റ്റ് പ്രൈസിൽ നമുക്ക് ഉണ്ടാവും. എന്നാൽ അടുത്തൊരു വലിയൊരു വാഹനം, അത് നമുക്കൊരു ബഡ്ജറ്റ് പ്രൈസിലാണ് നോക്കുന്നത്. അത്ര ആളുകൾക്ക് വേണ്ടി നമുക്ക് ഒരു ഫോക്സ്വാഗൻ വെന്റോ അല്ലെ, ഒരു അടിപൊളി കളറാണ്. അത്യാവശ്യം നമുക്ക് ആ ഒരു സമയത്ത് നല്ല ട്രെൻഡിങ് ആയിട്ട് കളിച്ചിരുന്ന ഒരു കളർ കൂടിയാണ്. എങ്ങനെയായിരുന്നു മാനിക്കത്തിന്റെ ഡീറ്റെയിൽസ്? ഇത് തന്നെ ഏറ്റവും 2017 ആണ്. ഇത് ഓട്ടോമാറ്റിക് ആണ്, പെട്രോൾ ഓട്ടോമാറ്റിക് വാഹനമാണ്. സിംഗിൾ ഓണർഷിപ്പ് ആണ്, ആക്സിഡന്റ് ക്ലെയിം ഒന്നുമില്ല. ഇതിന്റെ പ്രൈസ് എത്ര വരും? 6,25,000 രൂപ കൊടുക്കാനും പറ്റും. ഇതിന്റെ ഫുൾ അല്ല, അതിന്റെ മേലെ ലോൺ കൊടുക്കാൻ പറ്റും. അതുകൊണ്ട് നമുക്ക് ഫുൾ ലോണിൽ തന്നെ നമുക്ക് കൊടുക്കാം. അതായത് നമുക്ക് ഏറ്റവും വലിയ അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ഏറ്റവും ഹൈ എൻഡ് വേരിയന്റ്, അത് നമുക്ക് ഡിപ്പെൻസ് നോക്കുമ്പോൾ ഫുൾ ഹിസ്റ്ററി എല്ലാം പക്കയായിട്ടുള്ള ഹൈ ക്വാളിറ്റി വാഹനമാണ്. അത് നമുക്ക് ഓട്ടോമാറ്റിക് വരുന്ന ഈ വാഹനം നമുക്ക് ക്യാഷ് ബാക്കിൽ ഇറക്കാം. അപ്പോൾ ട്രാക്ക് കാര്യങ്ങളൊക്കെ നമുക്ക് കുറച്ച് മാസത്തെ EMI എമൗണ്ട് കൂടി അഡ്വാൻസ് ആയിട്ട് കിട്ടുന്ന ഒരു അടിപൊളി വാഹനം. അതൊരു ബെസ്റ്റ് പ്രൈസിന് അല്ലേ. ഇത് നമുക്ക് ഇതാണോ ഏറ്റവും കൂടുതൽ ആളുകൾ സെർച്ച് ചെയ്യുന്ന, ലിവ കഴിഞ്ഞാൽ അതേപോലെ സെർച്ച് ചെയ്യുന്ന ഒരു വാഹനമാണ് അമേസ്. കാരണം നമുക്ക് മെയിൻ്റെനൻസ് വളരെ കുറവാണ്.
ഈ മൈലേജ് നോക്കണമെങ്കിൽ ലോങ് ഡ്രൈവില് 24 വരെയൊക്കെ മൈലേജ് കിട്ടും ചെയ്യും. Yes. എങ്ങനെയായിരുന്നു അമേസ് ഡീറ്റെയിൽ? ഇത് 2018 മോഡലാണ്, 19 രജിസ്ട്രേഷനിൽ വരുന്ന 80,000 കിലോമീറ്റർ. ഇത് നമുക്കൊരു ഓഫർ പ്രൈസ് ആയിട്ട് ഒരു 6,25,000 രൂപ കൊടുക്കാൻ പറ്റും. 6,25,000 DSL അമേസ് ആണ്, 6,25 കൊടുക്കാൻ പറ്റും. ഫുൾ മൈലേജും അതായത് മെയിൻ്റെനൻസ് കുറവാണ് ഇതിന്റെ ഹൈലൈറ്റ്. അപ്പോൾ നല്ലൊരു ഫാമിലിക്ക് നമുക്ക് തീർച്ചയായിട്ടും സജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി വാഹനം. ഓൺഷിപ്പ് എങ്ങനെയായിരുന്നു? സിംഗിൾ ഓൺഷിപ്പ് ആണ്. ബെസ്റ്റ് പ്രൈസ് ഏകദേശം എത്ര രൂപയ്ക്ക് വണ്ടി ഇറക്കാൻ പറ്റും? ഇത് നമുക്ക് ഏകദേശം ഫുൾ ലോൺ കൊടുക്കാം. ഫുൾ ലോൺ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. ഇനി നമ്മൾ ബ്ലാക്ക് സെൽട്ടോസ് അല്ല ക്രച്ച വേണമെന്നുള്ളവർക്ക് നല്ലൊരു കിടിലം ക്രച്ച വരുന്നുണ്ട്. ഇതെങ്ങനെയായിരുന്നു മാനിക്ക ഡീറ്റെയിൽസ് വരുന്നത്? 2022 ആണ്. വെറും 75,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള ഡീസലാണ്. ഡീസൽ അത് പരമാവധി സൺറൂഫ് കാര്യങ്ങളെല്ലാം SX ആണ് ഏറ്റവും ടോപ്പ് എൻഡ് വേരിയന്റ് അല്ലേ? എങ്ങനെയായിരുന്നു കിലോമീറ്റർ ഒക്കെ വരുന്നത്? കിലോമീറ്റർ 75,000 കിലോമീറ്റർ ഡീസലില് മാനുവൽ അല്ലേ? ഒരു ബെസ്റ്റ് പ്രൈസിന് കൊടുത്തുകൂടെ നമുക്ക്? ബെസ്റ്റ് പ്രൈസിന് എങ്ങനെ എത്ര രൂപ ചെയ്യാൻ പറ്റും? ഇത് നമുക്ക് ഫൈനലായിട്ട് നമുക്ക് ഒരു 14,50,000 രൂപ 14,50,000 അല്ലേ? ഏകദേശം നമുക്ക് എത്ര രൂപയ്ക്ക് വണ്ടി ഇറക്കാം? ഫുൾ ലോൺ. അപ്പൊ അതാണ് ബെസ്റ്റ് പ്രൈസ് ആണ്. ഫുൾ ഹിസ്റ്ററി എല്ലാം അവൈലബിൾ ആയിട്ടുള്ള വാഹനം. അത് നമുക്ക് സിംഗിൾ ഓൺഷിപ്പ് ആണ് വരുന്നത്. അതെ, സിംഗിൾ ഓൺഷിപ്പിൽ വരുന്ന വാഹനം ബെസ്റ്റ് പ്രൈസ്. അത് എത്ര രൂപയ്ക്ക് വണ്ടി ഇറക്കാന്നാണ്? ഫുൾ ഓൺലൈന് നമുക്ക് വാഹനം ഇറക്കും ചെയ്യാം. ഇതിന് വേറെ പ്രത്യേകതയുണ്ട്. കഴിഞ്ഞ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ ഇതിന്റെയൊക്കെ പ്രൈസ് റേഞ്ച് മാറ്റം വരും. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങള് നമ്മൾ GST കുറച്ചതുപോലെ തന്നെ നമ്മളും എന്ത് ചെയ്തിട്ടുണ്ട്, നല്ല എമൗണ്ട് കുറച്ചിട്ടുണ്ട് കേട്ടോ. ഇനി തവണ നമുക്ക് ഫീച്ചേഴ്സ് 7 സീറ്റർ നോക്കുന്നവർക്ക് ഒരു ബെസ്റ്റ് ഓപ്ഷൻ ആണ് കിയയുടെ കാരൻസ്. കാരണം നല്ല ഫീച്ചേഴ്സ് വരുന്നുണ്ട്. അതിൽ നമുക്ക് സൺറൂഫ് കാര്യങ്ങളെല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു വാഹനം. എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ? ഇത് 2024. അപ്പൊ നമുക്ക് കമ്പനി വാറണ്ടി കൂടി ഉണ്ടാവും അല്ലേ? അപ്പൊ നിലവിൽ കമ്പനി വാറണ്ടി ഉണ്ട്. പ്ലസ് 7 സീറ്റർ ആണ്. ഓൺഷിപ്പ് എങ്ങനെയായിരുന്നു? സിംഗിൾ ഓണർഷിപ്പ്. വെറും 7,000 കിലോമീറ്റർ, 7,000 കിലോമീറ്റർ. വെറും 7,000 കിലോമീറ്റർ. പക്ക ഷോറൂം കണ്ടീഷൻ. ഡീസൽ അല്ലേ വരുന്നത്? ഡീസലില് നമുക്ക് 7 സീറ്റർ കമ്പനി വാറണ്ടി ഉള്ള വാഹനം, പക്ക ലോ കിലോമീറ്റർ. വാഹനം നമുക്ക് എത്ര രൂപയ്ക്ക് ചെയ്യാൻ പറ്റും? 16,50,000 രൂപ കൊടുക്കും. 16,50,000 ബെസ്റ്റ് പ്രൈസ് അല്ലേ? ഏകദേശം നമുക്ക് എത്ര രൂപയ്ക്ക് വേണ്ടി? ഫുൾ ലോൺ അല്ലേ? ഇതൊക്കെ നമ്മൾ 7 സീറ്റർ ഡീസൽ. ഇതൊക്കെ നമുക്ക് ഷോറൂമിൽ റേറ്റ് ഒക്കെ നോക്കുമ്പോൾ ലക്ഷങ്ങൾ വിലക്കുറവ്. അത് നമുക്ക് 0 ലക്ഷം രൂപ വരുന്ന വാഹനം കമ്പനി വാറണ്ടി വെറും 7,000 കിലോമീറ്റർ വരില്ല. അത് ഫുൾ ലോൺ അല്ലേ? ഇനി നമ്മൾ ഫ്രോങ്സ് നോക്കുന്നവർക്ക് ഒരു കിടിലം വണ്ടി ഇവിടെ ഉണ്ട്. അതായത് ബൈക്കില് ഫ്രോങ്സ് ഒക്കെ അത്രയും ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു വാഹനമാണ്. എങ്ങനെയായിരുന്നു ഫ്രോങ്സിന്റെ ഡീറ്റെയിൽസ് വരുന്നത്? 2023 ആണ്, 30,000 കിലോമീറ്റർ. 2024 ഇത് 2024 4 മാസം രജിസ്റ്റർ ചെയ്തിട്ടുള്ളതാണ്. ആക്സിഡന്റോ ക്ലെയിമോ കാര്യങ്ങളൊന്നുമില്ല. ഇത് നമുക്ക് 8,30,000 രൂപയ്ക്ക് ഫുൾ ലോണിൽ കൊടുക്കാൻ പറ്റും. 8,30,000 അതും ഫുൾ ലോൺ. സിംഗിൾ ഓൺഷിപ്പ് ആണ്. ഡെൽറ്റ പ്ലസ് ആണ്. അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും കമ്പനി ഇൻബിൽട്ട് ആയിട്ട് വരുന്നുണ്ട്. ഈ ഒരു ഓടിയ കമ്പനി വന്ന അതേ ടയേഴ്സ് കാര്യങ്ങളൊക്കെ അല്ല, സ്റ്റെപ്പിന് അത് യൂസ് ചെയ്തിട്ടില്ല. കമ്പനി അലോയ്സ് കാര്യങ്ങൾ അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും ഇൻബിൽട്ട് ആയിട്ട് വരുന്ന വാഹനമാണ്. 30,000 കിലോമീറ്റർ ഫുൾ ലോൺ കേട്ടോ. ഇത് നമുക്ക് ഒന്നുകൂടെ ഒരു പെഡ വാഹനമാണെന്നുള്ളവർക്ക് നല്ല സേഫ്റ്റി, കംഫർട്ടും ബോഡി വെയിറ്റും അത് നമുക്ക് സൺറൂഫ് കാര്യങ്ങളും എല്ലാ ഫീച്ചേഴ്സും ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു വാഹനം ഫോക്സ്വാഗൺ വേർച്ചസ് അല്ലേ? എങ്ങനെയായിരുന്നു ഡീറ്റെയിൽസ് വരുന്നത്? 2022 വണ്ടിയുള്ളത്. 24 രജിസ്റ്റർ ചെയ്തിട്ടുള്ള 41,000 കിലോമീറ്റർ ആണ് ഓടിക്കുന്നത്. ഇത് മാനുവൽ ആണോ ഓട്ടോമാറ്റിക് ആണ്? ഓട്ടോമാറ്റിക് ആണ്. ഇത് ടോപ്പ് ലൈൻ ആണ്, ഏറ്റവും ഹൈ എൻഡ് വേരിയന്റ് ഓട്ടോമാറ്റിക്കല്. അതും സിംഗിൾ ഓൺഷിപ്പ് അല്ലേ? എത്ര രൂപയ്ക്ക് ചെയ്യാൻ പറ്റും നമുക്ക് ഈ ഒരു വാഹനം? ഇത് നമുക്ക് ഫൈനലായിട്ട് നമുക്ക് ഒരു 12,80,000 രൂപ. 12,80,000 അല്ലേ? ഏകദേശം നമുക്ക് എത്ര രൂപയ്ക്ക് വണ്ടി ഇറക്കാൻ പറ്റും? ഫുൾ ലോൺ 14 ലക്ഷം 15 ലക്ഷം ലോൺ കിട്ടും. അപ്പൊ ക്യാഷ് ബാക്ക് തന്നെ വണ്ടി ഇറക്കാം. ഏറ്റവും ഹൈ എൻഡ് വേരിയന്റ് ആണ്. അത് നമുക്ക് സീറ്റ് വെന്റിലേഷന്, ഓട്ടോമാറ്റിക്, സൺറൂഫ്, അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഏറ്റവും ഹൈ എൻഡ് വേരിയന്റ്. ഇനി അതെല്ലാം ഒന്നുകൂടെ ബഡ്ജറ്റ് നോക്കിയിട്ട് നമുക്ക് ഒരു സെക്കൻഡ് ജനറേഷൻ ക്രച്ചൊക്കെ നോക്കുന്നവർക്ക് ഒരു അടിപൊളി ഓപ്ഷൻ ആയിട്ടോ വന്നിട്ടുള്ളത്. അല്ല പക്ക നീറ്റ് ആൻഡ് ക്ലീനിൽ വരുന്ന ഒരു അടിപൊളി ക്രച്ച അല്ല? എങ്ങനെയായിരുന്നു മാനിക്ക ഡീറ്റെയിൽസ്? 2018 മോഡല് ഡീസൽ ഓട്ടോമാറ്റിക്. ഡീസൽ ഓട്ടോമാറ്റിക് ആണ്. അപ്പൊ ഒന്നുകൂടെ കംഫർട്ട് ആയിരിക്കും. നല്ല ബോഡി വെയിറ്റും പെർഫോമൻസ് ഒക്കെ വരുന്ന ഒരു വാഹനം കൂടിയാണ് അല്ലെ? എങ്ങനെയായിരുന്നു കിലോമീറ്റർ കാര്യങ്ങളൊക്കെ? ഇത് കിലോമീറ്റർ 70,000 കിലോമീറ്റർ. ഇത് നമുക്ക് ലാസ്റ്റ് 11,35,000 രൂപ കൊടുക്കും. 11,35 ഡീസൽ ഓട്ടോമാറ്റിക് ആണ്. ബെസ്റ്റ് പ്രൈസ് ആണ് അല്ലേ? ഏകദേശം നമുക്ക് എത്ര രൂപയ്ക്ക് വണ്ടി ഇറക്കാൻ പറ്റും? ഏകദേശം ഒരു 50,000 രൂപ 50,000 രൂപയ്ക്ക് ഇറക്കാം. ഡീസൽ ഓട്ടോമാറ്റിക് ആണ്. അത് നമുക്ക് ബെസ്റ്റ് പ്രൈസ് അല്ലേ? ദെൻ നമുക്ക് ഇനി ഒരു ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് ഇഷ്ടപ്പെടുന്നവർക്ക് ഫുൾ ബ്ലാക്കില് ഒരു അടിപൊളി എക്കോ സ്പോർട്ട്. കാരണം നമുക്ക് ഫോർഡ് ഇന്ത്യ വിട്ടെങ്കിലും ഈ ഒരു എക്കോ സ്പോർട്ടിന് ഇന്നും നമുക്ക് അതേപോലെ ഫാൻസ് ബേസ് പക്കയാണ് അല്ലേ? അതും ഫുൾ ബ്ലാക്കിൽ ഒരു കിഡ്ലം വാഹനം. എങ്ങനെയായിരുന്നു ഇതിന്റെ ഡീറ്റെയിൽസ്? 2018 ആണ്. 2018 മോഡൽ. 95,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഇത് നമുക്ക് കറക്റ്റ് കമ്പനി സർവീസ്, ഇപ്പം ക്ലച്ച് സാധനങ്ങളെല്ലാം മാറിയിട്ടുള്ളതാണ്. ഇത് നമുക്ക് ഫൈനലായിട്ട് നമുക്ക്
20,000 രൂപ കൊടുക്കും. A20 ഒരു ബെസ്റ്റ് പ്രൈസ് നമുക്ക് വാഹനം ഇറക്കാം. അതും ഫുൾ ബ്ലാക്കിൽ ഡീസലിൽ 2018 മോഡൽ വാഹനം. ഏകദേശം നമുക്ക് എത്ര രൂപയ്ക്ക് വണ്ടി ഇറക്കാൻ പറ്റുന്നത്? ഇത് നമുക്ക് ഫുൾ ലോൺ കൊടുക്കാം. ഇതും ഫുൾ ലോൺ. അപ്പൊ എല്ലാ വാഹനങ്ങളും നമുക്ക് മാക്സിമം വില കുറച്ചുകൊണ്ട് മാക്സിമം ലോൺ നമുക്ക് അവൈലബിൾ ആണ്. സോ ബെസ്റ്റ് പ്രൈസിന് ഡീസലിൽ ഒരു കിഡ്ല എക്കോസ്പോർട്ട്. ഇത് നമുക്ക് ഒന്നുകൂടി ഫീച്ചറിസ്റ്റിക് ആയിട്ട് ഒരു വാഹനം നോക്കുന്നവർക്ക് MGയുടെ ആസ്റ്റർ ഇല്ല. എങ്ങനെയായിരുന്നു ഡീറ്റെയിൽസ് വരുന്നത്? ഇത് 2023 24 രജിസ്ട്രേഷന് പുതിയ വണ്ടിയാണ്. ഇതാകെ 23,000 കിലോമീറ്റർ. ലോ കിലോമീറ്റർ ആണ്. നമുക്ക് എല്ലാം ലോ കിലോമീറ്റർ വാഹനങ്ങളാണ്. ഓട്ടോമാറ്റിക് ആണ്. ഓട്ടോമാറ്റിക് കൂടിയാണ്. അതും സൺറൂഫ് കാര്യങ്ങളെല്ലാം സീറ്റ് വെന്റിലേഷൻ വരുന്നുണ്ട്. ഓട്ടോമാറ്റിക് ആണ്. ക്രൂസ് കൺട്രോൾസ്, 9-inch ടച്ച് സ്ക്രീന്, അങ്ങനെ A to Z കമ്പനി ഫിറ്റിംഗ്സ് തന്നെ വരുന്ന അലക്സ അടക്കം വരുന്നുണ്ട് അല്ലെ. അത് പക്ക ഏറ്റവും ഹൈ എൻഡ് വേരിയന്റ്. ഓൺഷിപ്പ് എങ്ങനെയായിരുന്നു? സിംഗിൾ ഓൺഷിപ്പ് ഇല്ല. ഏറ്റവും ഹൈ എൻഡ് വേരിയന്റ് ആണ്. അലക്സ അടക്കം സീറ്റ് വെന്റിലേഷന്, അതും ഓട്ടോമാറ്റിക് സൺറൂഫ് കാര്യങ്ങളെല്ലാം വരുന്ന ഒരു ബെസ്റ്റ് വാഹനം. ലോ കിലോമീറ്റർ ആണ്. മാനക്കത്തിന്റെ ഒരു ഓഫർ പ്രൈസ് എന്ന് പറഞ്ഞാണെങ്കിൽ ഓഫർ ആയിട്ട് നമുക്ക് 12,65,000 രൂപ. 12,65,000. അതും നിങ്ങൾ ട്രാക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഡോക്യുമെന്റ് ആയിട്ട് വന്ന വണ്ടി കൊണ്ടങ്ങ് പോവാം. വേണമെങ്കിൽ ക്യാഷ് ബാക്കും തരാം അല്ലേ. അപ്പൊ ബെസ്റ്റ് പ്രൈസിന് ഈ വാഹനം കൊണ്ടുപോകാം കേട്ടോ. ബെൻസ് GLC 200 അല്ലേ. എങ്ങനെയായിരുന്നു ഡീറ്റെയിൽസ് വരുന്നത്? 2016-17 രജിസ്ട്രേഷനാണ്. 60,000 കിലോമീറ്റർ, സെക്കൻഡ് ഓണർഷിപ്പ്, ആക്സിഡന്റ് ക്ലെയിം ഒന്നും ഇല്ലാത്ത കറക്റ്റ് കമ്പനി സർവീസ്, എല്ലാം പക്ക 100%. അത് നമുക്ക് ഒറിജിനൽ കേരള. ഇത് ഓവർ ആയിട്ടുള്ള പ്രൈസിന് 32 ലക്ഷം രൂപയ്ക്ക് കൊടുക്കാൻ പറ്റും. ഫൈനൽ റേറ്റ് ആണ്. ഒരു 30 ലക്ഷത്തിന് ലോണും നമുക്ക് വാങ്ങാം. അപ്പൊ 2 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ സുഖമായിട്ട് നമുക്ക് ഈ ഒറിജിനൽ കേരള വാഹനം നമുക്ക് ഇറക്കാം. പിന്നെ ഇതിന്റെ ഒരു ഹൈലൈറ്റ്, ഇത്രയും വലിയ പ്രീമിയം വെഹിക്കിൾ ആണെങ്കിലും നമുക്ക് മൈലേജും നല്ല മൈലേജ് കിട്ടുന്ന ഒരു വേരിയന്റ് കൂടിയാണ്. സോ നമുക്ക് നല്ല ഫീച്ചറിസ്റ്റിക് ആണ്, നല്ല മൈലേജ് കിട്ടുന്ന ഒരു പ്രീമിയം വെഹിക്കിൾ. അതും ഡീസൽ ഓട്ടോമാറ്റിക്കിൽ 60,000 കിലോമീറ്റർ ഫുൾ 2 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ വണ്ടി ഇറങ്ങാം. ഇനി അടുത്ത് നമുക്ക് ഇടയിലൊരു US ബ്രാൻഡിലൊക്കെ ഒരു വാഹനം നോക്കുന്നവർക്ക് പക്ക വൈറ്റിൽ, അതായത് ഡുവൽ ടൂണിൽ വരുന്ന ഒരു ജീപ്പ് കോമ്പസ് അല്ല കിടലം ഫാൻസി നമ്പറൊക്കെ വരുന്ന ഒരു അടിപൊളി വാഹനം. എങ്ങനെയൊന്ന് മാനിക്ക ഡീറ്റെയിൽസ്? ഇത് 2018 മോഡലാണ്. വെറും 66,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. സെക്കൻഡ് ഓണർഷിപ്പാണ്. ഇതിനുള്ള പ്രത്യേകത എന്താ വെച്ചാൽ ഒരുപാട് ജീപ്പ് കോമ്പസ് നമ്മൾ വിറ്റിട്ടുണ്ട്. നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റിയാണ് ഈ വാഹനങ്ങളൊക്കെ. നല്ല അതായത് റോഡ് പ്രസൻസും മറ്റു കാര്യങ്ങളൊക്കെ. ഇത് ചെറിയൊരു പൈസക്ക് വലിയൊരു പ്രീമിയം വാഹനം കിട്ടുന്നത്. അതായത് നമുക്കൊരു US ബ്രാൻഡ് ആണ്. പക്കായിട്ട് നല്ല പെർഫോമൻസ് ബേസ്ഡ് ആണ്. നല്ല പെർഫോമൻസ് ആയാലും ക്വാളിറ്റി ആയാലും എല്ലാം പക്കയാണ്. മൈലേജും അത്യാവശ്യം കിട്ടും ചെയ്യൂല. എത്രയായിരുന്നു നമ്മൾ 10,90,000 രൂപ ഓഫർ പ്രൈസിനാണ് കൊടുക്കുന്നത്. ഇത് ഫൈനൽ ആയാലും 10,90,000 രൂപ. 10,90 അല്ലേ. ഏകദേശം നമുക്ക് എത്ര രൂപയ്ക്ക് വേണ്ടി ഇറങ്ങാൻ പറ്റും? ഇതൊക്കെ ഫുള്ള് ലോൺ. ഇത് ഫുള്ള് ലോൺ അല്ലേ. അപ്പോൾ നമ്മൾ മാക്സിമം ഫുൾ ലോണിലാണ്. SUVകളുടെ നല്ലൊരു കളക്ഷൻ ഇവിടെ നമുക്ക് വരുന്നുണ്ട്. അപ്പോൾ GST കുറച്ചുവെങ്കിലും അതിലേറെ നമ്മളും ഇവിടെ മാർക്ക് നമുക്ക് വേണ്ടിയിട്ട് വില കുറച്ചിട്ടുണ്ട്. അപ്പോൾ ട്രാക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഡോക്യുമെന്റ് ആയിട്ടും വരിക, വാഹനമായിട്ടും അങ്ങ് പോകാന്നുള്ളതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ്. ഓക്കെ, മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ കൂടുതൽ വാഹനങ്ങൾ ഫുൾ ലോണിൽ പറഞ്ഞിട്ടുണ്ട്. ഒരിക്കലും ഈ വാഹനങ്ങളൊന്നും കംപ്ലൈന്റ് ഉള്ളതോ ആക്സിഡന്റോ ഫ്ലഡ് എഫക്റ്റഡോ ഒന്നും അല്ല. അത് മാനസ് കാർബോർഡ് ഇവിടെ വിൽക്കുന്നതല്ല. നമ്മളിപ്പോൾ GSTക്ക് ഉള്ള വില വ്യത്യാസത്തിൽ മാക്സിമം വില കുറച്ചുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നൽകുന്നതുകൊണ്ട് തന്നെ ഈ വാഹനത്തിന് മാർക്കറ്റ് പ്രൈസിലേറെ വില ഇതിന് വരുന്നതുകൊണ്ടാണ് ഇതിന് ഫുൾ ലോൺ കിട്ടുന്നത്. അത് ഹൈ കിലോമീറ്റർ ഓടിയ വാഹനങ്ങളോ അല്ലെങ്കിൽ ആക്സിഡൻറ്റോ ഇങ്ങനെയുള്ള വാഹനങ്ങൾക്കാണ് മാർക്കറ്റിൽ പ്രൈസ് വേരിയേഷൻ വരിക. അതൊന്നും ഇല്ലാത്ത നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റിയുള്ള വാഹനങ്ങളാണ്. അപ്പോൾ മറക്കേണ്ട, മാനസ് കാർ വേൾഡിൽ നിങ്ങൾക്ക് സെർച്ച് ചെയ്താൽ കിട്ടാൻ പറ്റും. നമ്മൾ കൊടുക്കുന്ന ഗ്യാരണ്ടി വാറണ്ടി അല്ല. നമ്മൾ കൊടുക്കുന്ന വാഹനങ്ങൾക്ക് ആക്സിഡൻറ്റോ ഫ്ലഡോ അതേപോലെ ടോട്ടൽ ലോസ് മേജർ ആക്സിഡൻറ്റോ ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ബൈബാക്ക് ഗ്യാരണ്ടി എത്ര കാലത്തിന് ശേഷമാണ് നമ്മൾ തിരിച്ചെടുക്കുന്നത്. വിത്ത് എഗ്രിമെന്റൽ വാറണ്ടി കൂടെ നമ്മൾ കൊടുക്കുന്നതാണ്. യെസ്, അപ്പോൾ ഇത്രയും ട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരു ഷോറൂം വേറെ ഇല്ലാന്ന് തന്നെ പറയാം. നമുക്ക് 100% അതും എഗ്രിമെന്റൽ വാറണ്ടി കാര്യങ്ങളൊക്കെയാണ് നമുക്ക് തരുന്നത്. അപ്പോൾ ലൊക്കേഷൻ മറക്കേണ്ട, മലപ്പുറം ജില്ലയിലെ വള്ളോമ്പ്രത്താണ്. പാലക്കാട് കാലിക്കറ്റ് നാഷണൽ ഹൈവേയിൽ നമ്പർ കാര്യങ്ങൾ ഓൾറെഡി നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഒരു പുതിയൊരു വാഹനം എടുക്കുന്ന പോലെ ടെൻഷൻ ഫ്രീ ആയിട്ട് ഒരു യൂസർ കാർ വേണമെങ്കിൽ, അത് നല്ല ഗംഭീരമായ ഓഫർ പ്രൈസിൽ വേണമെന്നുണ്ടെങ്കിൽ വേറെ എവിടെയും പോകണം, നേരെ നമ്മൾ മാനസ് കാർ വേൾഡിലേക്ക് പോയി ലൊക്കേഷൻ ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം കൂടുതൽ വിവരങ്ങൾക്ക് അറിയാൻ വേണ്ടി നമ്മൾ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോ വരുന്നവർ വീണ്ടും കാണാം. റിയാസ് ആൻഡ് മാനുക സൈനിങ് ഓഫ്.